ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ചരിത്രം ഉളച്ചൊഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തടയാൻ കഴിയും എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമാണ്. നമ്മൾ ഇപ്പോൾ ചരിത്രം എടുത്തു നോക്കിയ പുറകോട്ട് എടുത്തു നോക്കിയ പല കാര്യങ്ങളും NCERT പോലും ഒഴിവാക്കിയ ചില സാമൂഹിക വിഷയങ്ങളുണ്ടല്ലോ. ഗുജറാത്തിലും ബാബരി മസ്ജിദ് വാറ്റ്പോട്ട് അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയതുമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ 5000 കൂടെ ഇപ്പോൾ SSAയുമായി ബന്ധപ്പെട്ട് 1031 കോടി രൂപ ഒരു വർഷം ഒഴിവാക്കി 5000 കോടി രൂപ നമുക്ക് സാക്രിഫൈസ് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പദ്ധതി അങ്ങനെ അതേ രീതിയിൽ ആ പദ്ധതി കേന്ദ്രത്തിൻ്റെ ആയതുകൊണ്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല, കേരള കോൺഗ്രസ് പറയില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നമുക്കൊരു കൺട്രോളുണ്ട്. 40% നമ്മൾ ഇടുന്നത്. അത് മാത്രമല്ല, ഇതിനകത്തൊരു കൺട്രോളുണ്ട്. മാത്രമല്ല, ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ വളരെ വളരെ വിദ്യാഭ്യാസവും സാമൂഹ്യ ബോധ്യവും ഉള്ള ആളുകളാണ് ഇവിടുത്തെ PTA-യും അതോടൊപ്പം തന്നെ അധ്യാപകരും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും. അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു കരുത്ത് ഇന്ന് കേരള സർക്കാരിനുണ്ട്. ഇനി തമിഴ്നാട് ഇപ്പോൾ മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ പറയാനുള്ളത്